Hello all, welcome to PEPP. Today, in this video, we are going to discuss about brain. Brain അറിയുന്നതിന് മുന്നേ നിങ്ങൾ സെൻട്രൽ നെർവസ് സിസ്റ്റം അറിയണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊരു കാര്യം പഠിക്കുന്ന സമയത്തും നമ്മൾ എന്ത് ചെയ്യണം, അതെങ്ങനെയാണ്, എന്താണ് ഒരു മാപ്പ് ഉണ്ടാക്കണം അല്ലേ? അല്ലെ നിങ്ങൾ എന്തെങ്കിലും ബസ് കയറി വഴി തെറ്റി എവിടെയെങ്കിലും പോയി ഇറങ്ങും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്ത് വി നീഡ് എ പ്ലാൻ. സോ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഒരു ചാപ്റ്റർ സെൻട്രൽ നെർവസ് സിസ്റ്റം, ഇതിൽ നിങ്ങൾക്ക് 3 കാര്യമേ പഠിക്കാനുള്ളൂ. അത് മതി, അത്ര മതി. ഓക്കെ, അതെന്തൊക്കെയാണ്? ബ്രെയിൻ, സ്പൈനൽ കോഡ്, റിഫ്ലെക്സ് ആക്ഷൻ. ഓക്കെ, ഇത് കുറച്ചധികം ഉണ്ട്, വിചാരിക്കേണ്ട 3 ഉള്ളൂ. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഇതിൽ കുറച്ചൊന്ന് ഇറങ്ങിപ്പോകണം, കുറച്ച് ഡെപ്ത് ഉണ്ട് കേട്ടോ. അത് ഏതൊക്കെയാണ്? ബ്രെയിനിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ടത്, ബ്രെയിന് കുറച്ച് ഡിവിഷൻ ഉണ്ട്. അതായത് ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. അതായത് ബ്രെയിൻ ഒന്ന് സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ഒന്ന് ഭാഗമാക്കി നമുക്കൊന്ന് നോക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കി. ഓക്കെ, അതാണ് ഈ കാണുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡ് നിങ്ങൾക്ക് അറിയോ ഇല്ലേ? സെറ്റാക്കി തരും നമ്മൾ. ഓക്കെ, സ്പൈനൽ കോഡിൻ്റെ സ്ട്രക്ചറും സ്പൈനൽ കോഡ് എവിടെയാണ്, എങ്ങനെയാണ് സ്പൈനൽ കോഡിനൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മുടെ ബോഡിയിൽ, ഈ കാര്യം കൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ വരുന്ന റിഫ്ലെക്സ് ആക്ഷൻ. റിഫ്ലെക്സ് ആക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ലൈഫിൽ ഒരു തവണയെങ്കിലും വന്നിട്ടുണ്ടോ? ഒബ്വിയസ്ലി ഒന്നൊന്നല്ല, മെനി ടൈംസ്. ഇപ്പോൾ ഒരു പട്ടി വന്നു കഴിഞ്ഞാൽ പട്ടീനെ കണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, മൂടി പോവില്ലേ? പെട്ടെന്ന് റിഫ്ലെക്സ് ആക്ഷൻ, നിങ്ങൾ ചിന്തിക്കാൻ പോലും അവിടെ നേരം ഉണ്ടാവില്ല ഇല്ലേ? ആ ഒരു സംഭവമാണ് ഈ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നതിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സെറ്റല്ലേ? ഇനി നമ്മൾ ഫിസിയോളജി പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ എവിടെ പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഒന്ന് മാപ്പ് ചെയ്ത് വെക്കും. എങ്ങോട്ടാണ്, എന്താണ് എന്നൊക്കെ അറിയില്ലേ? ഏതൊരു കാര്യം ചെയ്യുന്നതിന് അതേപോലെ ഇവിടെയും വേണം. ഇപ്പോൾ നമ്മൾ ബ്രെയിൻ പഠിക്കുകയാണ്, അപ്പോൾ ബ്രെയിനിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് ബ്രെയിൻ ഉള്ളത്, അതേപോലെ എന്താണ് ബ്രെയിനിൻ്റെ ഫങ്ഷൻ, അപ്പോൾ എങ്ങനെയാണ് ഈ ബ്രെയിൻ പ്രൊട്ടക്റ്റ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് ബ്രെയിൻ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ബ്രെയിൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ക്രേനിയൽ കേവിറ്റി ഓഫ് ദ സ്കൾ. അതായത് നമ്മുടെ സ്കള്ളിലെ ക്രേനിയൽ കേവിറ്റി. നിങ്ങൾ വല്ല പ്രേതപടങ്ങൾ കാണുന്ന സമയത്ത് ഈ MBBS പഠിക്കുന്ന കുട്ടികൾ മോർച്ചറിയിലൊക്കെ ഇങ്ങനെ ഒരു അസ്ഥിക്കൂടം വെച്ചത് കണ്ടിട്ടില്ലേ? ഈ അസ്ഥിക്കൂടത്തിന് മേലെ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ഒരു സംഭവമില്ലേ, അതാണ് സ്കൾ. ഓക്കെ, അപ്പോൾ ആ സ്കള്ളിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്തിട്ടുള്ളത്, പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളത്, കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ ഒരു ഹാമർ ഇട്ട് അടി കിട്ടിയാൽ ആ സ്കള്ള് പൊട്ടുമെന്ന് വെച്ചാൽ പൊട്ടും, പക്ഷേ അതിനേക്കാളൊരു കുറച്ചൊരു എന്താ പറയുക, ഒരു പ്രൊട്ടക്ഷൻ തരും. അതായത് നമ്മളോട് ഹെൽമെറ്റ് ഇട്ട് പോകണമെന്ന് പറയുന്നില്ല, അതൊക്കെ എന്തിനാ, ഒരു പ്രൊട്ടക്ഷന് വേണ്ടി. അതേപോലെ നമ്മുടെ ബോഡീൻ്റെ ഉള്ളിലുള്ള ഒരു പ്രൊട്ടക്ഷനാണ് എന്ത്, സ്കൾ. ഈ സ്കള്ളിൻ്റെ ഉള്ളിലാണ് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് വലിയൊരു ഹാമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാൻ പറ്റും. പക്ഷെ എന്നാലും ബ്രെയിന് അത്രയും സെൻസിറ്റീവാണ്. ഓക്കെ, പിന്നെ വരുന്നത് ഈ ബ്രെയിനിൻ്റെ ഫങ്ഷൻ. എന്താണ് ബ്രെയിനിൻ്റെ ഫങ്ഷൻ? നെർവസ് സിസ്റ്റം. അതായത് നമ്മുടെ ബോഡിയിൽ കുറേ ന്യൂറോൺസ് ഉണ്ട് അല്ലേ? ഈ ന്യൂറോൺസ് കംപ്രൈസ് ചെയ്തിട്ടാണ് നെർവസ് സിസ്റ്റം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഈ നെർവസ് സിസ്റ്റത്തിലുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്ത്, ലീഡ് ചെയ്ത്, ഒരു ഓർഗനൈസ് ചെയ്ത് എല്ലാവിധ കാര്യങ്ങളും ചെയ്യുന്നത് ആരാ? ബ്രെയിൻ. അപ്പോൾ അത് തന്നെയല്ലേ ബ്രെയിനിൻ്റെ ഫങ്ഷൻ? അതെ. പിന്നെ വരുന്നത് ബ്രെയിന് പിന്നെയും സ്കള്ളുണ്ട്, എന്നാൽ കൂടെ ബ്രെയിനിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രൊട്ടക്ഷൻ കൂടെ ഉണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ 3 ലെയേഴ്സ് ആയിട്ടാണ്. അതിൻ്റെ പേരാണ് മെനിഞ്ചസ്. ഓക്കെ, ഈ മെനിഞ്ചസിന് തന്നെ പിയ മാറ്റർ, അരാക്നോയിഡ്, ഡ്യൂറാമാറ്റർ. ഇത് മാട്രസസിൻ്റെ പരസ്യമൊന്നും അല്ല, പക്ഷേ ഇതത് മാറ്ററാണ്, അതായത് സോളിഡ് സബ്സ്റ്റൻസ്. ഓക്കെ, പയ മാറ്റർ, അരാക്നോയിഡ് ആൻഡ് ഡ്യൂറാമാറ്റർ, റൈറ്റ്? സോ നെക്സ്റ്റ്, ഇനി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു നെർവസ് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അതേപോലെ പല കാര്യങ്ങളും ഉണ്ടെന്ന്. അപ്പം നമ്മൾ ഒരു കാര്യം കൂടെ നോക്കാം, ഈ നെർവസ് സിസ്റ്റം. ഓക്കെ, നെർവസ് സിസ്റ്റത്തിന് നമുക്ക് 2 ആക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം. ഓക്കെ, പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് നമുക്ക് ബ്രെയിൻ, സ്പൈനൽ കോഡ്, ഇങ്ങനെ 2 ഡിവിഷൻസ് കൊടുക്കാം. അതേപോലെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന് നമുക്ക് സൊമാറ്റിക്, ഓട്ടോണോമിക്. ഈ ഓട്ടോണോമിക്കിൽ തന്നെ സിമ്പതറ്റിക്, പാരാസിമ്പതറ്റിക്. അതായത് നമ്മൾ പെട്ടെന്ന് ഒരു കാറ് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു കാർ ഓപ്പോസിറ്റ് വന്നു, അപ്പം നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ഒന്ന് ടെൻസ്ഡ് ആവില്ലേ, വറീഡ് ആവില്ലേ?
അവിടെ സംഭവിക്കുന്നത് ഈ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആവാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് കാം ഡൗൺ ആയി ഒന്ന് റിലാക്സ് ചെയ്ത് ഡ്രൈവ് ചെയ്യില്ലേ? അപ്പോൾ സംഭവിക്കുന്നത് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം നമ്മളുടെ ഫങ്ഷനിങ്ങിനെ ഒന്ന് നോർമൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാണ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് പിയാ മാറ്റർ, ഞാൻ പറഞ്ഞു നേരത്തെ മാട്രിക്സിന്റെ പരസ്യമില്ല എന്നൊരു കാര്യം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഓക്കെ, അതിലൊരാളാണ് പിയാ മാറ്റർ. പിയാ മാറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലെ ഏറ്റവും ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, അതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് എന്താ, വാസ്കുലാർ ആൻഡ് പിഗ്മെന്റഡ് ഷീത്ത് ദാറ്റ് ലൈസ് വിത്ത് കോണ്ടാക്ട് വിത്ത് ബ്രെയിൻ. ബ്രെയിനുമായിട്ട് ഭയങ്കര റിലേഷൻഷിപ്പ് ആണ് മൂപ്പർക്ക്. കണ്ടോ, അതായത് വാസ്കുലാർ ആണ്, അപ്പോൾ അതായത് എയർ മോളിക്യൂൾസ് തമ്മിലുള്ളൊരു കണക്ഷൻ അവിടെ ഉണ്ട്. അതേപോലെ പിഗ്മെന്റഡും കൂടെയാണ് എന്ത്, ഈ ഒരു ഏരിയ. പിന്നെ ബ്രെയിനിൻ്റെ റൂഫിലും അതേപോലെ CSF സെക്രീറ്റ് ചെയ്യുന്ന സ്ഥലത്തുമാണ് ഇത് കുറച്ചുകൂടെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, കാണപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ലെയറിലേക്ക് പോയാലോ? ഇതാണ് അതിൻ്റെ ഒരു പിക്ചർ. കണ്ടോ, ഇതാണ് നമ്മുടെ ബ്രെയിന്. അപ്പം അതിൽ കണ്ടോ, ഇതാണ് നമ്മുടെ ബ്രെയിനിൻ്റെ സെൽസ് വെച്ചിട്ട് നമ്മൾ ഒരു ഫോം ചെയ്തു. അപ്പോൾ ബ്രെയിനുമായിട്ട് ഏറ്റവും ക്ലോസ് കോണ്ടാക്റ്റ് ഉള്ള ഷീത്ത് അതാണ് ഏത്, പിയാ മാറ്റർ. ഓക്കെ, പിയാ മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനുമായിട്ട് ഏറ്റവും ക്ലോസ്ഡ് ആയിട്ടുള്ള ഷീത്ത്. ഇനി അടുത്തതോ അരക്നോയിഡ്. അരക്നോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിയാ മാറ്ററിൻ്റെയും ഡ്യൂറാ മാറ്ററിൻ്റെയും ഇടയിലുള്ളത്. ഓക്കെ, ഇനി ലാസ്റ്റ് ആരാ, സ്കള്ളുമായിട്ട് കോണ്ടാക്റ്റ് ഉള്ളത് ആർക്കാണ്, ഡ്യൂറാ മാറ്റർ. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ മാറ്ററിൻ്റെ സ്ട്രക്ചറിൽ പറയാനുള്ളത്. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഓക്കെ, ഇനി അടുത്തത് അരക്നോയിഡ് മാറ്റർ. അരക്നോയിഡ് മാറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് തിന്നാണ്, മെലിഞ്ഞിട്ടാണ് അത്. തിൻ മിഡിൽ ലെയർ. ഓക്കെ, എന്താണ് തിൻ മിഡിൽ ലെയർ, നോൺ വാസ്കുലാർ ഷീത്ത്. എന്താണ് നോൺ വാസ്കുലാർ ഷീത്ത്? നമ്മൾ നേരത്തെ പറഞ്ഞു പിയാ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, വാസ്കുലാർ ആണ്. എന്നാൽ അരക്നോയിഡ് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് വാസ്കുലാർ അല്ല, നോൺ വാസ്കുലാർ. ഓക്കെ, ഇനി ഇതിനിടയിൽ ഒരു സ്പേസ് ഉണ്ട്, സബ് അരക്നോയിഡ് സ്പേസ് എന്നാണ് നമ്മൾ അതിന് പറയാം. അതിൽ എന്തുണ്ട്, CSF, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഓക്കെ, അതായത് ഈ അരക്നോയിഡിൻ്റെയും പിയാ മാറ്ററിൻ്റെയും ഇടയിലായിട്ട് ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിൻ്റെ പേരാണ് എന്ത്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഓക്കെ, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൊട്ടക്ഷൻ ലെയർ ആരാണ്, ഡ്യൂറാ മാറ്റർ. ഡ്യൂറാ മാറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിയുള്ള ആളാണ്, കുറച്ച് തിക്നെസ് ഉണ്ട്. ഓക്കെ, അതെന്ന് പറയുന്നത് നോൺ വാസ്കുലാർ മെംബ്രെയിൻ ആണ്. എന്താണ്, നോൺ വാസ്കുലാർ മെംബ്രെയിൻ. ഓക്കെ, ഇതിനിടയിലുള്ള സ്പേസിൽ CSF ഇല്ല. അപ്പോൾ CSF ഉള്ളത് എവിടെയാണ്, ഒന്നാമത്തത് പിയാ മാറ്ററിൻ്റെയും അരാക്നോയിഡിൻ്റെയും ഇടയിൽ CSF ഉണ്ട്. എന്നാൽ ഡ്യൂറാ മാറ്ററിൻ്റെയും അരക്നോയിഡിൻ്റെയും ഇടയിൽ CSF ഇല്ല. അതായത് ഇപ്പം നിങ്ങൾ ഇതാണ് പിയാ മാറ്റർ, ഇതാണ് അരാക്നോയിഡ്, ഇതിനിടയിൽ CSF അതായത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, CSF ഇവിടെ പ്രസൻ്റ് ആണ്. ഓക്കെ, എന്നാൽ അരക്നോയിഡിൻ്റെയും ഇവിടെയും ഡ്യൂറാ മാറ്ററിൻ്റെയും ഇടയിൽ CSF എന്താണ്, ആബ്സെൻ്റ് ആണ്, ഇവിടെ ഇല്ല. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഇനി മെനിഞ്ചസിന് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ള ഒരു പിക്ചറാണിത്. ഞാൻ പറഞ്ഞ പോലെ എന്താണ്, മെനിഞ്ചസ് നമ്മുടെ ബ്രെയിനിൻ്റെ പ്രൊട്ടക്ഷൻ ലെയർ ആണ്. അതിൽ എന്തുണ്ട്, ഇതാണ് നമ്മുടെ സ്കള്ള്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ അസ്ഥികൂടത്തിൽ കാണുന്നതാണ് ഈ ബോൺ, ഈ പോർഷൻ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ വരുന്ന ലെയറാണ് ഡ്യൂറാ മാറ്റർ. ഡ്യൂറാ മാറ്റർ റിലേഷൻ ഉണ്ട്, സ്കള്ളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ആരാണ്, ഡ്യൂറാ മാറ്റർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കുറച്ച് എന്താ പറയുക, ഫ്ലൂയിഡ് ഫീൽഡ് സ്പേസ് ആണ്. ഇവിടെ കണ്ടോ ഫ്ലൂയിഡ് ഇല്ല, ഇവിടെ CSF ഉണ്ട്, കണ്ടോ CSF ഉണ്ട്. ഇനി വരുന്നത് അരക്നോയിഡ് മാറ്റർ. ഇതാണ്, അതായത് ഡ്യൂറാ മാറ്ററിൻ്റെയും പിയാ മാറ്ററിൻ്റെയും ഇടയിലുള്ള സ്പേസ് ആണ് അരക്നോയിഡ് മാറ്റർ. ഓക്കെ, പിന്നെ വരുന്നത് പിയാ മാറ്റർ. കണ്ടോ പിയാ മാറ്റർ.
മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ സ്കള്ള്. സ്കള്ളുമായിട്ട് ഇപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ആരായിരിക്കും ഉണ്ടാവുക? അവിടെ ഡ്യൂറാമാറ്റർ, അത് കഴിഞ്ഞാൽ പിന്നെ എരക്നോയിഡ്, അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? പിയാമാറ്റർ. ബ്രെയിനുമായിട്ട് ബന്ധമുള്ളത് പി ബി. പി ബി ഒരു ബന്ധമല്ലേ? പി ബി. ഓക്കെ, പി ബി മീൻസ് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബി പി. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ബി പി അതേപോലെ എസ് ഡി. സ്കള്ളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ആരാണ്? ഡ്യൂറാമാറ്റർ. അതേപോലെ നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധമുള്ളത് ആർക്കാണ്? പിയാമാറ്റർ. ഇതാണ് ആ റിലേഷൻഷിപ്പ്. അപ്പം നിങ്ങൾക്ക് എൻകോഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഉപയോഗിക്കാം, ബി പി എസ് ഡി. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഇനി നമുക്ക് ഈ ബ്രെയിൻ ഞാൻ പറഞ്ഞു കുറേ ഡിവിഷൻസും ക്ലാസിഫിക്കേഷൻസും ഉള്ള വലിയൊരു സിസ്റ്റമാണ് ബ്രെയിൻ. ഓക്കെ, അപ്പം ബ്രെയിനെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് അടുത്തറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നും കൂടെ കുറച്ച് റൂംസ് ആക്കാം. നമ്മളൊരു വീടിന് കുറേ റൂംസ് ഇല്ലേ, അതേപോലെ നമ്മുടെ ബ്രെയിനിനും കുറേ അറകളുണ്ട്. അല്ലെങ്കിൽ ബ്രെയിനിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് ക്ലാസിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പം നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രെയിനിൻ്റെ 3 ഡിവിഷൻസ് ആണ്. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. ഓക്കെ, മനസ്സിലായോ? ഫോം, ഹി ഫോം. ഓക്കെ, നിങ്ങൾക്ക് ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ എൻകോഡ് ചെയ്യാം. ഹി ഫോം, അതായത് ഹിൻ ബ്രെയിൻ, ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈ ഫോം എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? എൻകോഡ് ചെയ്തിടാം. ഓക്കെ, ഇനി ഇതാ ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് ഈ ഒരു പോർഷൻ കണ്ടോ? ഈ ഒരു പോർഷനാണ് ഫോർ ബ്രെയിൻ, ഈ ഒരു പോർഷനാണ് ഹിൻ ബ്രെയിൻ, ഈ ഒരു കുഞ്ഞു പോർഷനാണ് മിഡ് ബ്രെയിൻ. മനസ്സിലായോ? ഓക്കെ, ഇതാണ് നമ്മളൊരു മൊത്തത്തിൽ ബ്രെയിനെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് പറയണമെങ്കിൽ ഇങ്ങനെ പറയാം. ഓക്കെ, ഇനി ഫോർ ബ്രെയിനെ പറ്റി കുറച്ചുകൂടെ അറിഞ്ഞാലോ? നമ്മൾ അറിയാം അല്ലേ? ഫോർ ബ്രെയിനെ കുറിച്ച് അറിയാനുള്ളത്, ഫോർ ബ്രെയിൻ ആണ് ഏറ്റവും ഹയസ്റ്റ് പ്രോസസ്. നിങ്ങൾക്കിപ്പോൾ ഒരു സ്ഥലത്ത് പോകണം, അപ്പോൾ നിങ്ങൾ ടൂർ പോകുന്നതിന് മുന്നേ പ്ലാൻ ചെയ്യും. ഓക്കെ, ഇന്ന് നമുക്ക് കാശ്മീർ പോവാം. കാശ്മീർ പോകുന്നതിന് മുന്നേ ഓക്കെ എന്തൊക്കെ സാധനങ്ങൾ എടുക്കണം, എങ്ങനെ പോവും, എവിടെ പോവും, ആരൊക്കെ ഉണ്ട്, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം, എത്ര ഫണ്ട് വേണം, ടിക്കറ്റ് കിട്ടുമോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വേണ്ടേ? അപ്പോൾ ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ബ്രെയിനിലാണ്. അതായത് ഹയർ ഓർഡർ മെൻ്റൽ പ്രോസസ്സുകളായിട്ടുള്ള ജഡ്ജ്മെൻറ്റ്, ഡിസിഷൻ മേക്കിംഗ്, ഇങ്ങനെ. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ട്, ആൾ എപ്പോഴെങ്കിലും ട്രിപ്പിനൊക്കെ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അവളൊന്നും വരില്ലടോ, വെറുതെയാ, അങ്ങനെ ജഡ്ജ് ചെയ്യാറില്ലേ? ഈ ജഡ്ജ് ചെയ്യണത് എവിടെ വെച്ചിട്ടാണ്? അത് നടക്കുന്നത് നമ്മുടെ ഫോർ ബ്രെയിനിലാണ്. അതേപോലെ നിങ്ങൾക്കിപ്പോൾ ട്രിപ്പിന് പോകണോ പോകണ്ടേ, വേണോ വേണ്ടയോ, ഡിസിഷൻ എടുക്കുന്നില്ലേ, അതും ഫോർ ബ്രെയിൻ ഉപയോഗിച്ചിട്ടാണ്. അതേപോലെ നിങ്ങളിപ്പോൾ ഒരു പസിൽ സോൾവ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര തിങ്ക് ചെയ്യണ്ടേ, അബ്സ്ട്രാക്ട് തോട്ട്സ് വേണ്ടേ അതിന്? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതും ഫോർ ബ്രെയിൻ ആണ്. അതേപോലെ നിങ്ങളിപ്പോൾ നല്ലൊരു നല്ലൊരു വാട്ടർഫാളിൻ്റെ അടുത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഈ ഫ്ലോയിങ് സെൻസേഷൻസ് ഒക്കെ ഇങ്ങനെ അറിയുന്നില്ലേ, അത് സെൻസ് ചെയ്യുന്നില്ലേ, പിന്നെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ എടുക്കുന്ന ക്ലാസ് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ, ഇതൊക്കെ എന്താണ്? സെൻസേഷൻ, പെർസെപ്ഷൻ. അപ്പം ഈ കാര്യങ്ങളും കൂടെ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ബ്രെയിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബ്രെയിനിൽ ഏത് പോർഷനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഫോർ ബ്രെയിൻ. ഓക്കെ, ഇനി ഫോർ ബ്രെയിനിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അടിയിലും ഡിവിഷൻ ഉണ്ട്. നമ്മളിങ്ങനെ ചകഞ്ഞ് നോക്കുന്ന സമയത്ത് ആളുകളുടെ എണ്ണം കൂടുന്നുണ്ട് അല്ലേ? അത് നമ്മൾ പറഞ്ഞു ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. ഓക്കെ, അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഫോർ ബ്രെയിൻ്റെ ഉള്ളിലൊന്ന് നോക്കുന്ന സമയത്താണ് അവിടെ 2 പേരൂടെ ഉണ്ട്. ആരാണ്? സെറിബ്രം ആൻഡ് ഡയൻസെഫലോൺ. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള റൂം ഓഫ് ബ്രെയിൻ ആണ് നമ്മൾ ഫോർ ബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡയൻസെഫലോൺ ഇപ്പം എന്താ? ഒന്നുമില്ല, തലാമസും ഹൈപ്പോ തലാമസും കൂടി വന്നിട്ടുള്ള ഒരു സ്ട്രക്ചറിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ എന്ത് പറയുന്നത്? ഡയൻസെഫലോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തലാമസ് പ്ലസ് ഹൈപ്പോ തലാമസ്. ഓക്കെ, അപ്പോൾ മനസ്സിലായോ? ഇതൊക്കെയാണ് ഫോർ ബ്രെയിൻ. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഫോർ ബ്രെയിൻ എന്ന് പറയുന്നത് ഫോർ ബ്രെയിൻ എന്ന് പറയുന്നത് അതായത് ഈ ഒരു സെറിബ്രൽ കോർട്ടെക്സ്. ഓക്കെ, സെറിബ്രൽ കോർട്ടെക്സ്, ഈ സെറിബ്രൽ കോർട്ടെക്സും പിന്നെ തലാമസും ഹൈപ്പോ തലാമസും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മൾ ഫോർ ബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇതാ കുറച്ചും കൂടെ നോക്കുന്ന സമയത്ത് ഇതാ
കണ്ടോ? ഈ ഒരു പോർഷൻ കണ്ടോ? ഈ ഒരു പോർഷനെയാണ് നമ്മൾ സെറിബ്രം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ഒരു പോർഷനെയാണ് നമ്മൾ സെറിബ്രം എന്ന് വിളിക്കുന്നത്. കണ്ടോ? ഈ സെറിബ്രത്തിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്ത്? തലാമസ്, ഹൈപ്പോതലാമസ്. ഇതിനെയാണ് ഫോർ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫോർ ബ്രെയിൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ നെക്സ്റ്റ് സെഷനിൽ എന്ത് ചെയ്യും? ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ബ്രെയിന് 3 ഡിവിഷൻസ് ഉണ്ട്. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. അതിൽ ഫോർ ബ്രെയിൻ നമ്മൾ കവർ ചെയ്തു ഇല്ലേ? ഓക്കെ, പിന്നെ പ്രൊട്ടക്ഷനും കവർ ചെയ്തു, എല്ലാം കവർ ചെയ്തു. അപ്പോൾ ഇനി നെക്സ്റ്റ് സെഷനിൽ കാണാം. ബൈ, താങ്ക് യു.